ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1-2 ടീസ്പൂണ് വിനീഗർ ഇതും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് ഒന്ന് നല്ലോണം കുഴച്ചെടുത്താൽ മതി. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഡബിൾ എടുത്താൽ മതി. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു അളവിൽ മീഡിയം സൈസിലുള്ള സമോസയാണെങ്കിൽ ഒരു 25 ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിത് സാധാ പൂരിക്കൊക്കെ ചെയ്യാറുള്ള പോലെ ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുക്കുക. ഞാൻ സമൂസയുടെ റെസിപ്പി മിനിയാന്ന് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമൂസ ഷീറ്റിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുമെന്ന്. ഈ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ മോളും കൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് ടിക്ടോക്കിന് വേണ്ടിയിട്ട് അതാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ വീണ്ടും പരത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഷീറ്റും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ 3 ഷീറ്റിലേക്കും നല്ലോണം എണ്ണ തടവി കൊടുക്കുക. ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയും. അപ്പോൾ ഞാൻ 3 ഷീറ്റിനും നല്ലോണം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 ഷീറ്റിനും കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. മൈദ കുറച്ചധികം തന്നെ തൂക്കി കൊടുക്കുക. എന്നിട്ട് എണ്ണ തടവിയ പാകം ഉൾഭാഗം വരുന്ന വിധത്തിൽ ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ച് കൊടുക്കുക. എണ്ണ തടവിയ പാകം മുകൾ ഭാഗം വരരുത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി മറ്റേ ഷീറ്റും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് 4-5 ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂകിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ റൗണ്ടായിട്ട് പരത്തുന്നതിനേക്കാളും കുറച്ച് നീളത്തിൽ പരത്തുന്നതാണ് നല്ലത്. നമുക്ക് സമൂസ ഷീറ്റിൻ്റെ ആ ഒരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം പൂരിയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിച്ചാക്കിയിട്ട് പിന്നെ വീണ്ടും പരത്തിയെടുത്താൽ മതി. നമ്മളിങ്ങനെ 3 ഷീറ്റ് അല്ലെങ്കിൽ 4 ഷീറ്റൊക്കെ ഒരുമിച്ച് വെച്ച് പരത്തിയതിന് ശേഷം കുറേ എണ്ണം അങ്ങനെ പരത്തി വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെങ്കിൽ അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാതിരിക്കുക. അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്തതൊക്കെ വേസ്റ്റായി പോകും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഷീറ്റൊക്കെ കുറേ നേരം പരത്തി ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചാൽ കുറേ നേരം കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാറില്ലേ? ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നിരത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരെണ്ണം പരത്തിയതിന് ശേഷം ജസ്റ്റ് ചുട്ടെടുക്കുക. പിന്നെ രണ്ടാമത് പരത്തുക. ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ ഒരു പാനിലോട്ട് ഷീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5-6 സെക്കൻഡ് മാത്രം മതി. കുറേ നേരം വെക്കണ്ട. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കുമിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ പാനിൽ നിന്ന് മാറ്റണം കേട്ടോ. ഒരു 3-4 സെക്കൻഡ് മാത്രം മതിയാകും. ഇത്ര കുമിള വരണ്ട. ചെറുതായിട്ട് കുമിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ പാനിൽ നിന്ന് മാറ്റണം. ഇതുപോലെ തന്നെ എല്ലാം ഷീറ്റും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ 2 ഷീറ്റിൻ്റെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കുറച്ച് ഭാഗം മിസ്സായിപ്പോയി. ഇതുപോലെ തന്നെ എല്ലാ ഷീറ്റും ചെയ്തെടുക്കുക. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വലിയ സമൂസ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൂരിയുടെ ഷേപ്പിലുള്ള ബോൾസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾസിൻ്റെ ഷീറ്റാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നടുഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സമൂസ ഷീറ്റിന് വേണ്ടിയിട്ട്.
ഇനി ഇവിടെ ഒരറ്റത്ത് ഇങ്ങനെ വിട്ട് നിന്നിട്ടുണ്ടാവും, അത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടാത്ത വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഇനി ഒരെണ്ണം കൂടി ഇതിൽ നിന്നും കിട്ടും. ഈ ഒരു ചപ്പാത്തി വലിപ്പത്തിലുള്ള ഷീറ്റിൽ നമുക്ക് മൊത്തത്തിൽ 6 സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്